ഓക്കെ, ഈ വീഡിയോ കൂടെ ഞാൻ ചെറിയൊരു മോട്ടിവേഷൻ തരാം. വർഷം 2020 ബഹ്റൈൻ ഗ്രാൻഡ് പ്രി എന്നൊരു സംഭവം ഉണ്ടായി. സോ ഈ വീഡിയോയിലെ നായകൻ റൊമേൻ ഗ്രോസ്ജാനാണ്. ഹാസ് F1 ടീമിന്റെ ഫോർമർ ഡ്രൈവറാണ്. അപ്പോൾ അന്ന് 2020 ബഹ്റൈൻ ഗ്രാൻഡ് പ്രിയിൽ റേസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ലാപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഗ്രോസ്ജാൻ ഗ്രിഡിലെ ലാസ്റ്റിലായിരുന്നു. അപ്പം പുള്ളി റേസ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ നല്ലോണം പുഷ് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ ഫസ്റ്റ് ടേൺ കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് പുറകിൽ നിന്ന് വന്ന ഡ്രൈവർ പുള്ളിയുടെ കാറിൽ നിന്ന് തട്ടി. അപ്പോൾ ആ തട്ടിയ ആ ഒരു സ്പീഡിൽ ഗ്രോസ്ജാന്റെ കാറ് പെട്ടെന്ന് സൈഡിലുള്ള റെയിലിംഗ് പോയി ഇടിച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിപ്പോയി. സ്പ്ലിറ്റ് ആയ സെക്കൻഡിൽ തന്നെ കാറിന് തീയും പിടിച്ചു. എന്ന് പറഞ്ഞാൽ മോഡേൺ ഫോർമുല 1 കാർസിൽ ഡിസൈൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ടും സംതിങ് വെന്റ് റോങ് ആൻഡ് ഇറ്റ് കൊളൈഡഡ് ആൻഡ് ഗോട്ട് ഫയർ. യൂഷ്വലി ഫോർമുല 1 സ്റ്റാർട്ട്, അതായത് റേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോർണറിലൊക്കെ കൊളീഷൻ നോർമലാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടിച്ചു കഴിഞ്ഞ ഉടനെ രണ്ടായിട്ട് സ്പ്ലിറ്റും ആയിപ്പോയി. അതുകൊണ്ട് പെട്ടെന്ന് തീ പിടിച്ച് 28 സെക്കൻഡ് റൊമേൻ ഗ്രോസ്ജാൻ ആ കാറിനുള്ളിൽ സ്റ്റക്ക് ആയിപ്പോയി. അപ്പോഴത്തേന് റേസ് സ്റ്റോപ്പായി. എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് എല്ലാം സൈലന്റ് ആയി, ഡ്രൈവേഴ്സ് എല്ലാം സൈലന്റ് ആയി. ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സൈലന്റ്. അടുത്ത സെക്കൻഡിൽ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ റൊമേൻ ഗ്രോസ്ജാൻ ആ കത്തിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ അവിടെ നിന്ന് ആ റെയിലിംഗ് ചാടി കടന്ന് ഇപ്പുറത്ത് വന്നു. ഓഫ് കോഴ്സ് അപ്പോഴത്തേന് മെഡിക്കൽ ടീമും വാനും എല്ലാം അവിടെ ചെന്നു. പക്ഷേ പുള്ളി സ്ട്രെച്ചറിൽ കിടക്കാൻ പുള്ളി സമ്മതിച്ചില്ല. കാരണം പുള്ളിക്ക് ലോകത്തോട് പറയണം ഞാൻ ഓക്കെ ആണെന്നുള്ളത്. പുള്ളി ആംബുലൻസിലേക്ക് നടന്നാണ് വന്നത്. ഇങ്ങനൊരു ആക്സിഡന്റ് ഉണ്ട്, ഒരു ഫേറ്റൽ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ആ ഒരു കാര്യം പിന്നെ ചെയ്യാനായിട്ട് നമുക്കൊരു മടിയുണ്ടായിരിക്കും. പക്ഷെ പുള്ളി എന്താ ചെയ്തെന്നറിയാം? ആ ആക്സിഡന്റ് ഉണ്ടായി 5 വർഷം കഴിഞ്ഞിട്ട്, ഈ കഴിഞ്ഞ സെപ്റ്റംബർ 2025 ഹാസ് F1 ടീമിന്റെ കാർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തിരിച്ചു വന്നു. ആ ആക്സിഡന്റ് ഉണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞ് പുള്ളി ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞത് ഐ ആം ദ മാൻ ഹൂ വോക്ക്ഡ് ഔട്ട് ഓഫ് ഫയർ എന്നാണ്. പുള്ളി ഇപ്പോഴും റേസ് ചെയ്യുന്നുണ്ട്. IMSA സ്പോർട്സ് ഡേയിൽ ലാംബോർഗിനിക്ക് വേണ്ടി ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ആയില്ലേ? I'm the man that walked out of fire.